ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മ്യാൻമാർ, തായ്ലൻഡ്, മലേഷ്യ, കംബോഡിയ, ഇന്തോനേഷ്യ, വിയറ്റ്നാം, സിംഗപ്പൂർ, മാലദ്വീപ് ഇത്രയും രാജ്യങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും കാലം നീണ്ടുനിന്ന മഹത്തായ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തുടങ്ങി ലോകത്തെ ത്രസിപ്പിച്ച, അമ്പരപ്പിച്ച, ഭയപ്പെടുത്തിയ, വിസ്മയിപ്പിച്ച ചോള സാമ്രാജ്യം. ചോള സാമ്രാജ്യം എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ ഒരു സാമ്രാജ്യമല്ല. നമ്മുടെ ഭൂമിയിലെ ഏറ്റവും കാലം നിലനിന്നിരുന്ന മഹത്തായ ഒരു സാമ്രാജ്യമാണ്. ചോളന്മാരുടെ കാലത്തെ നമുക്ക് 4 കാലഘട്ടങ്ങളായിട്ട് വിഭജിക്കാം. ആദ്യകാല ചോളർ, ഇടക്കാല ചോളർ, മധ്യകാല ചോളർ, ഏറ്റവും ഒടുവിലായിട്ട് പിൽക്കാല ചോളർ. അതാണ് നമ്മൾ ഇപ്പോൾ എപ്പോഴും കേൾക്കുന്ന നമ്മുടെ രാജരാജ ചോളനും കുലോത്തുംഗ ചോളനുമൊക്കെ 1070 മുതൽ ഏതാണ്ട് 1300 വരെ നിലനിന്നിരുന്ന ചോള രാജവംശം. അതാണ് അവസാനത്തെ ചോളർ, പിൽക്കാല ചോളർ എന്ന് പറയുന്നത്. ഈ ആദ്യകാല ചോളർ എന്ന് പറയുന്നത് ഏത് കാലത്ത് തുടങ്ങിയതാണെന്ന് പറയണമെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയണം. ആദ്യകാല ചോളരെ കുറിച്ച് അശോക സ്തംഭങ്ങളിൽ പോലും പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ക്രിസ്തുവിനും മുമ്പ് 273 232 ഇടയിൽ ആലേഖനം ചെയ്തവയാണിത്. ഇവയിൽ ചോളരെ മറ്റ് സാമ്രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചോളർ അശോകന്റെ പ്രജകളുമായിരുന്നില്ല, എന്നാൽ അശോകനുമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നവരുമാണ്. ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ അശോകന്റെ കാലം എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ മൗര്യ സാമ്രാജ്യ കാലം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹത്തായ സാമ്രാജ്യങ്ങളാണ് മൗര്യ സാമ്രാജ്യം. അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് മാത്രമല്ല, യൂറോപ്പ് വരെ, സെൻട്രൽ ഏഷ്യയും യൂറോപ്പും വരെ നീണ്ടു കിടന്നിരുന്ന ഒരു സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യം എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് ഇന്നും നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. കാരണം ഇത്രയും വലിയൊരു ഭൂപ്രദേശം, ഞാൻ ഇതിനെക്കുറിച്ച് മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതൊന്നും അല്ലായിരുന്നു മൗര്യ സാമ്രാജ്യം. ഏതാണ്ട് ഇന്നത്തെ തുർക്കി വരെ നീണ്ടുകിടന്ന ഒരു മഹത്തായ സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. എന്തിനേറെ പറയുന്നു, അക്കാലത്തെ ഗ്രീക്കുകാര് ഭയപ്പെട്ടിരുന്നു മൗര്യ സാമ്രാജ്യത്തെ. ഗ്രീക്കുകാര് മൗര്യ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഗ്രീക്കിൽ നിന്ന് ഒരു അംബാസിഡർ പോലും മൗര്യ സാമ്രാജ്യ കാലത്തുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗര്യ സാമ്രാജ്യവുമായിട്ട് അടുത്ത ബന്ധം ചോള സാമ്രാജ്യത്തിനുണ്ടായിരുന്നു. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച മൗര്യന്മാർ എന്തുകൊണ്ട് ചോളന്മാരെ തൊട്ടില്ല എന്ന് ചോദിച്ചാൽ, ചോളന്മാരുമായിട്ട് അടുത്ത ബന്ധം മൗര്യ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ചോള സാമ്രാജ്യം അതിന്റെ ആ ഒരു പ്രൗഢിയോടെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലും നിലനിന്നു എന്നുള്ളതാണ്. സോ ഇത് ഒരു കാലത്ത് എങ്ങനെയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ സാമ്രാജ്യങ്ങൾ വർക്ക് ചെയ്തത് എന്നതിന്റെ തെളിവാണ്. സൗത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട സാമ്രാജ്യം ചോളന്മാരുടേതായിരുന്നു. അവരിവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്തത് സൗത്ത് ഈസ്റ്റിലേക്കായിരുന്നു. നമ്മുടെ ഈ പറയുന്ന ഇന്തോനേഷ്യ, മലേഷ്യ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിലേക്ക് അവർ എക്സ്പാൻഡ് ചെയ്തു. അതേ സമയത്ത് തന്നെ മൗര്യന്മാരാണെങ്കിലോ നമ്മുടെ സെൻട്രൽ ഏഷ്യയിലോട്ടും യൂറോപ്പിലേക്കുമുള്ള ആ ഒരു ഏരിയയിലേക്കാണ് അവരുടെ സാമ്രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്തത്. ഈ നമ്മുടെ ഹിസ്റ്റോറിയൻസ് ആണെങ്കിലും ഈ ഇംഗ്ലീഷുകാരനാണെങ്കിലും നമ്മളെ പഠിപ്പിച്ചത് ഈ മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 5 മില്യൺ സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള, അല്ലെങ്കിൽ 50 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒന്നായിരുന്നു എന്നാണ്. എന്നാൽ പോലും നമ്മുടെ ഇന്നത്തെ ഇന്ത്യയേക്കാൾ വളരെ വലുതാണ് മൗര്യ സാമ്രാജ്യം. അതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ അതല്ല യഥാർത്ഥ മൗര്യ സാമ്രാജ്യം. ഗ്രീക്കുകാരനായിട്ടുള്ള മെഗസ്തനീസ്, അദ്ദേഹം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തിയ ഗ്രീക്കുകാരനെന്ന് നമുക്ക് കരുതാം. ഈ മെഗസ്തനീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറെക്കാലം ജീവിച്ചിരുന്ന ഒരാളാണ്. കാരണം ഗ്രീക്ക് രാജ്യത്തിന്റെ ഇന്ത്യയിലെ അംബാസിഡർ ആയിരുന്നു ഈ മെഗസ്തനീസ്. അപ്പോൾ ഇദ്ദേഹം ഇന്ത്യക്ക എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട്. അതിനകത്ത് നമ്മുടെ കേരളത്തെ കുറിച്ച് പോലും പരാമർശമൊക്കെയുണ്ട്. ആ ഗ്രന്ഥം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വലുതായിരുന്നു മൗര്യ സാമ്രാജ്യം എന്ന്. ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥം നമ്മൾ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് മൗര്യ സാമ്രാജ്യ കാലത്ത് അതിന്റെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള വീതി എന്ന് പറയുന്നത് ഏതാണ്ട് 2900 മുതൽ 3000 കിലോമീറ്റർ വരെയുള്ള വീതിയാണ്. വടക്ക് നിന്ന് തെക്ക് വരെയുള്ള അതിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 4000 കിലോമീറ്ററിന് മുകളിലായിരുന്നു. അതനുസരിച്ചാണെങ്കിൽ മൗര്യ സാമ്രാജ്യം ഏതാണ്ട് 12 മുതൽ 13 മില്യൺ വരെ സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ഗ്രീക്ക് പോലും ഇവരുടെ സാമന്ത രാജ്യമായിരുന്നു. ഗ്രീക്കിലെ രാജകുമാരിയെ ഈ മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഗ്രീക്ക് പോലും അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാക്കി മൗര്യ സാമ്രാജ്യത്തിനോട് പ്രശ്നങ്ങൾക്ക് പോകാതെ ഒരു സാമന്തരായിട്ടാണ് കഴിഞ്ഞിരുന്നത്. മാത്രമല്ല ഈ തുർക്കി വരെ നീണ്ടുകിടന്ന ഏകദേശം 1.5 കോടിക്കടുത്ത് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്ന ഒരു മഹാസാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. പക്ഷെ ഇതൊന്നും നമുക്ക്
ഇന്ന് കൃത്യമായിട്ടും ആരും എവിടെയും പറയാറില്ല. കാരണം ഇന്ത്യയിലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് തെറ്റുപറ്റിയതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. സോ അക്കാലത്തെ സാമ്രാജ്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത് നമുക്ക് അത് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കുറച്ച് പാട് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ മൗര്യ സാമ്രാജ്യം അതിന്റെ പവറിന്റെ മുമ്പിൽ മറ്റു രാജ്യങ്ങൾ കീഴടങ്ങി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങളുടെ മേധാവിത്വം അംഗീകരിച്ച് ഞങ്ങൾ ഇതിന്റെ ഭാഗമായിക്കോളാം. ഇപ്പൊ ഈ സോവിയറ്റ് യൂണിയൻ പോലെ പല പല റിപ്പബ്ലിക്കുകൾ ചേർന്ന ഒരു വലിയ സാമ്രാജ്യം അല്ലെങ്കിൽ രാജ്യം ഉണ്ടായതുപോലെ പല പല രാജ്യങ്ങൾ ഈ വലിയ രാജ്യത്തോട് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം സാമന്തരായിട്ട് ഒരു വലിയ സാമ്രാജ്യമായിട്ട് മാറിയതുമാകാം. സോ എന്തായാലും അത്രയും വലിയൊരു ഗ്ലോബൽ ഇൻഫ്ലുവൻസ് മൗര്യ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നു. ഈ മൗര്യന്മാരുമായിട്ട് അടുത്ത ബന്ധമാണ് ചോള സാമ്രാജ്യം നിലനിർത്തിയിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് മൗര്യന്മാര് അങ്ങ് യൂറോപ്പിന്റെ ഭാഗത്തേക്ക് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇവിടെ ചോളന്മാര് സൗത്ത് ഈസ്റ്റ് റീജിയനിലോട്ടാണ് എക്സ്പാൻഡ് ചെയ്തത്. ഈ ആദ്യകാല ചോളന്മാരെന്ന് പറയുന്നത് ഉറയൂര്, കാവേരി പട്ടണം എന്നിങ്ങനെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രമായിട്ട് തലസ്ഥാനമായിട്ടാണ് നിലനിന്നിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംഘകാല സാഹിത്യത്തിലും തനത് കലകളിലുമൊക്കെ പല ചോള രാജാക്കന്മാരെയും പരാമർശിക്കുന്നുമുണ്ട്. ചോളന്മാരുടെ സാമ്രാജ്യത്തിന് ചിലപ്പോൾ ഈജിപ്ഷ്യൻ സാമ്രാജ്യങ്ങളെക്കാൾ, ഈജിപ്ഷ്യൻ കൾച്ചറിനേക്കാൾ പഴക്കമുണ്ടാകാൻ പോലും സാധ്യതയുണ്ട്. എന്തായാലും കൂടുതൽ പഠനങ്ങളൊക്കെ ഇന്ന് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അമ്പരപ്പിക്കുന്ന ചില എവിഡൻസ് വരും വർഷങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആദ്യകാല ചോളന്മാരിൽ കരികാല ചോളനൊക്കെ വളരെ പ്രസിദ്ധരായിരുന്നു. കോ ചെങ്കണ്ണൻ എന്ന് പറയുന്ന ചോളൻ. ഇവരിൽ ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഭരിച്ചത് എന്നൊന്നും നമുക്ക് കണ്ടെത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയും പഴക്കമുണ്ട് ഇവരുടെ ആ ഒരു സാമ്രാജ്യത്തിന്. ബുദ്ധ മത ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ അക്കാലത്തെ പുരാതന ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ ശ്രീലങ്കയിലും അതുപോലെ ചൈനയിലും അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെ ഉള്ള പല ഗ്രന്ഥങ്ങളിലും ചോളന്മാരെ കുറിച്ച് പരാമർശമുണ്ട്. അതുപോലെ തന്നെ ഇടക്കാല ചോളന്മാര് വളരെ കാലം അതുപോലെ തന്നെ നിലനിന്നിരുന്ന ഒരു ചോളന്മാരാണ്. അതുപോലെ തന്നെ മധ്യകാല ചോളന്മാര്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു രാജരാജ ചോളൻ, അദ്ദേഹത്തെ പിൽക്കാല ചോളനാണോ അല്ലെങ്കിൽ മധ്യകാല ചോളനാണോ എന്ന് ചോദിച്ചാൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന കാര്യമാണ്. കുറെ പേരെങ്കിലും അല്ലെങ്കിൽ ചരിത്രകാരന്മാരിലും മെജോറിറ്റിയും അദ്ദേഹം മധ്യകാല ചോളനായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് C 850 മുതൽ 1070 CE വരെ ആയിരുന്നു മധ്യകാല ചോളന്മാരുടെ കാലഘട്ടം. ഇക്കാലത്താണ് രാജരാജ ചോളൻ ഒന്നാമന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ശരിക്കും അദ്ദേഹമാണ് ഈ ചോള സാമ്രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് എന്ന് പലപ്പോഴും നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. സോ അദ്ദേഹത്തിന് ശേഷമാണ് ലേറ്റർ ചോളന്മാർ വരുന്നത്. ഈ ലേറ്റർ ചോളന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആളെന്ന് പറയുന്നതാണ് കുലോത്തുംഗ ചോളൻ ഒന്നാമൻ എന്നൊക്കെ പറയുന്നത്. സോ അവർ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ എന്തായാലും ചോള സാമ്രാജ്യം എന്ന് പറയുന്നത് ഏതാണ്ട് BC 300 മുമ്പ് തുടങ്ങി എന്ന് നമുക്ക് ഇന്ന് അങ്ങനെ അറിയാവൂ. 300 മുമ്പ് തുടങ്ങി അത് ഏതാണ്ട് നീണ്ടു നിന്നതെന്ന് പറയുന്നത് 1300 വരെ, ഏതാണ്ട് 1279 വരെ നീണ്ടു നിന്നൊരു സാമ്രാജ്യമാണ്. സോ ഇത്രയും ഒരു ലോങ് ടേമിൽ ഇത് നിന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഈജിപ്റ്റ് സംസ്കാരമാണ് ഏറ്റവും ദീർഘകാലം നിന്നത്, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ഫറവോമാരുടെ ഭരണമാണ് ഏറ്റവും കാലം നിന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ചോളന്മാർ അതിനെയും കടത്തിവിട്ടുമെന്ന് ഇന്നത്തെ ഇപ്പൊ തമിഴ്നാട്ടിലെ എവിഡൻസുകൾ കൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ്. അത്രയും കാലം, അതായത് തുടർച്ചയായിട്ട് ഏറെക്കാലം രാജ്യം നിലനിർത്തിയിരുന്ന ഒരു സാമ്രാജ്യമാണ് ചോളന്മാരുടെ സാമ്രാജ്യം. ഒരുപക്ഷെ ഈജിപ്ഷ്യൻ എംപയറിനോളം തന്നെ പഴക്കമോ അതിനുമേറെ പഴക്കമോ ഇതിനുണ്ടാകാം. കാരണം ഇപ്പൊ അടുത്ത കാലത്ത് പൂമ്പുഹാറിൽ നിന്നടക്കം കിട്ടിയിട്ടുള്ള എവിഡൻസുകൾ ഒരു വലിയ സംസ്കാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളും സിംഗപ്പൂര് വരെ അല്ലെങ്കിൽ ഇപ്പുറത്ത് മലേഷ്യയും ഇന്തോനേഷ്യയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം ചോളന്മാരുടെ കാലഘട്ടത്തിൽ അവരുടെ അധീനതയിൽ വന്നിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം റീജിയണിൽ ഉണ്ടായിരുന്നു എന്ന് നോക്കുക. എന്തായാലും ഇവിടെ ഒക്കെ തന്നെ ഇന്ത്യയുടെ കൾച്ചേഴ്സ് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ഹിന്ദു കൾച്ചേഴ്സ് ഒക്കെ കാണാനും സാധിക്കും. സോ തീർച്ചയായിട്ടും അത് ഇവരുടെ ഈ ചോളന്മാരുടെ ഒരു ഇൻഫ്ലുവൻസും കൂടി അതിലൊരു ഭാഗമായിട്ടുണ്ട് എന്ന് കരുതാം. ഒരു വശത്ത് മൗര്യ സാമ്രാജ്യം വളരെയധികം ശോഭിച്ചപ്പോൾ ഇങ്ങറ്റത്ത് ചോള സാമ്രാജ്യവും അതുപോലെ ഒരു മഹത്തായ സാമ്രാജ്യമായി വളർന്നു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോ ഈ സൗത്തും നോർത്തും എന്നൊക്കെ നമ്മൾ ഇന്ന് പറയുന്നുണ്ടെങ്കിലും പുരാതന കാലത്ത് തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ രാജാക്കന്മാര് അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധമെന്ന് പറയുന്നത് അത് നമ്മൾ കണ്ട ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ബന്ധമല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അടിയും വഴക്കും ഒക്കെ ആയിട്ട് പോയിരുന്നുവെങ്കിൽ ഇവർ തമ്മിൽ പരസ്പര ധാരണയിൽ സഹകരിച്ചിരുന്ന ഒരു കാലഘട്ടം പുരാതന ഭാരതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.